ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം റോബോട്ടിക്സിൽ ലോകത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. പോരാത്തതിന് ഹിറോഷിമ നാഗസാക്കിയിൽ അമേരിക്ക അണുബോംബിട്ടതിന് ശേഷം വളരെ വലിയ രീതിയിൽ വികസിച്ച ഒരു രാഷ്ട്രമാണ്. ബുള്ളറ്റ് ട്രെയിനുകളുടെ നാടാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി 2014 അദ്ദേഹം ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോൾ ആദ്യമായി പോയ ഒരു രാജ്യമെന്ന് പറയുന്നത്, ആദ്യം സന്ദർശനം നടത്തിയ രാജ്യമെന്ന് പറയുന്നത് ജപ്പാനായിരുന്നു. അന്ന് അവിടെയുള്ള ജപ്പാൻ്റെ ഭരണാധികാരിക്ക് അദ്ദേഹം കൊടുത്തത് ഭഗവത്ഗീതയായിരുന്നു. അതായത് സമ്മാനമായി കൊടുത്തത് ഭഗവത്ഗീതയായിരുന്നു. എന്നാൽ ജപ്പാനിൽ ഇത്രയൊക്കെ സുഖ സൗകര്യങ്ങളുള്ള ജപ്പാനിൽ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. ജപ്പാൻകാർക്ക് ഭക്ഷണം കഴിക്കാൻ വകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അത്തരത്തിലൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ അവിടെ ഉടലെടുത്തിരിക്കുന്നത്. ജപ്പാൻ എന്ന് പറയുന്ന സമ്പന്ന, അതായത് ഒരു ഡെവലപ്ഡ് നേഷനിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ അവസ്ഥയായി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശ്വാസം പറ്റില്ല. പക്ഷേ അവിടെ ഒരു ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. ആ പ്രതിസന്ധി അരിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതായത് കഴിക്കാനുള്ള അരി, റൈസ്, അതിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. നൂറ്റാണ്ടുകളായി ജപ്പാനിൽ അരി ഒരു പ്രധാന ഭക്ഷണമാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് എന്നതുപോലെ 2023 വിളവെടുപ്പ് കുറഞ്ഞതാണ് ഇപ്പോൾ അരി പ്രതിസന്ധി ഉണ്ടാകാനായിട്ടുള്ള കാരണം. ജപ്പാൻ നിലവിൽ ഗുരുതരമായിട്ടുള്ള അരി പ്രതിസന്ധിയാണ് നേരിടുന്നത്. വെള്ളിയാഴ്ച മെയ് 23 പുറത്തിറങ്ങിയ പണപ്പെരുപ്പ കണക്കുകൾ കാണിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം അരിയുടെ വില 98% വർദ്ധിച്ചു എന്ന് തന്നെയാണ്. അതായത് വില ഏതാണ്ട് ഇരട്ടിയായി എന്നുള്ളതാണ്. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്തതിനാൽ ഭക്ഷ്യമന്ത്രി പോലും രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയ്ക്ക് പ്രതിസന്ധി ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഈ പെട്ടെന്നുള്ള വില വർധനവിന് 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. അതിലൊന്ന്, ആദ്യത്തെ കാരണം 2023 റെക്കോർഡ് ചൂട് കാരണം അരി ഉൽപ്പാദനം കുറഞ്ഞതാണ്. രണ്ടാമത്തെ കാരണം 2024 ഭൂകമ്പ മുന്നറിയിപ്പ് കാരണം ആളുകൾ പരിഭ്രാന്തരായി വലിയ അളവിൽ അരി വാങ്ങാൻ തുടങ്ങി എന്നതാണ്. ജപ്പാനിലെ പ്രധാന ഭക്ഷണം അരിയാണ്. അതുകൊണ്ട് അത് ശേഖരിക്കാൻ തിരക്കുണ്ടായിരുന്നു. ആൾക്കാർ ഭൂകമ്പ മുന്നറിയിപ്പ് കാരണം അരി എല്ലായിടത്തു നിന്നും വാങ്ങി ശേഖരിച്ച് സ്റ്റോക്ക് ചെയ്തു വെച്ചു. ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു എന്നതാണ് മൂന്നാമത്തെ കാരണം. മറ്റേതൊരു വിഭവത്തെക്കാളും അവർക്ക് അരിയും സൂഷി വിഭവങ്ങളുമാണ് ഇഷ്ടം. അതിനാൽ അരിയുടെ ആവശ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് വിലയും വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ്. പൂഴ്ത്തിവയ്പും ഉണ്ട് എന്നുള്ളതാണ്. ജപ്പാനിൽ അരിക്ക് പകരം മറ്റ് വിളകൾ വളർത്തുന്നതിനാൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് അരി ഉൽപ്പാദനത്തിൽ ഇടിവിന് കാരണമായി. നെൽകർഷകർക്ക് പ്രായമാവുക, അവരുടെ മക്കൾക്കാണെങ്കിൽ കൃഷിയിൽ താല്പര്യവുമില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ കേരളത്തിന് കൂടെയുള്ള ഒരു വലിയൊരു മുന്നറിയിപ്പാണ്. അതായത് പ്രായമായ ആൾക്കാരാണ് കർഷകർ, അവരുടെ മക്കൾക്ക് വൈറ്റ് കോളർ ജോബിലാണ് താല്പര്യം, അവർക്കും കൃഷിയിൽ യാതൊരുവിധ താല്പര്യമില്ല. അതുകൊണ്ട് ജപ്പാനിൽ ഇപ്പോൾ അരി കിട്ടാനില്ല. നാളെ ഈ പ്രതിസന്ധി കേരളത്തിൽ വന്നാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും തമിഴിൻ്റെയും തെലുങ്കിൻ്റെയും അരിയൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. 3 തലമുറകളായി മൊത്തം അരിക്കട നടത്തുന്ന 90 വയസ്സുള്ള അരി വ്യാപാരികളൊക്കെയാണ് ജപ്പാനിലുള്ളത് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും ജാപ്പനീസ് ഉദ്യോഗസ്ഥർക്കാണ് കൂടുതൽ അരി വേണ്ടത് എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. ഈ ജാപ്പനീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്വന്തം വീടുകളിൽ തന്നെ അരിക്ക് പകരം മറ്റ് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി എന്ന് പോലും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ അരി പ്രതിസന്ധി എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് ജപ്പാനിലെ സർക്കാർ ഇപ്പോൾ തലപുകഞ്ഞ് ചിന്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.